വേഗത്തിൽ വായിക്കാം. യോഹന്നാൻ എഴുതിയ സുവിശേഷം 8-ാം അധ്യായം 12-ാമത്തെ വാക്യം. യോഹന്നാൻ എഴുതിയ സുവിശേഷം 8-ാം അധ്യായം 12-ാം വാക്യം. സ്തോത്രം. യേശു അവരോട് സംസാരിച്ചു പറയുന്നു, സ്തോത്രം, ഞാൻ ലോകത്തിന്റെ വെളിച്ചമാകുന്നു. എന്നെ അനുഗമിക്കുന്നവൻ ഇരുളിൽ നടക്കാതെ ജീവന്റെ വെളിച്ചമുള്ളവനാകും. ഞങ്ങൾ രാവിലെ ഇംഗ്ലീഷ് സർവീസിൽ ഇതേ വാക്യത്തെ ഉദ്ധരിച്ചാണ് സംസാരിച്ചത്. എന്നാൽ ഇംഗ്ലീഷ് സർവീസിൽ സംസാരിച്ചതിനേക്കാൾ അല്പം വ്യത്യസ്തമായ ചില ചിന്തകളാണ് ഇതേ വാക്യത്തോടുള്ള ബന്ധത്തിൽ, സ്തോത്രം, ഇന്ന് പകൽക്കാലം നാം ഒരുമിച്ച് ചിന്തിപ്പാനായിട്ട് ഞാൻ ദൈവസന്നിധിയിൽ ആഗ്രഹിക്കുന്നത്. കർത്താവ് പറയുകയാണ്, ഞാൻ ലോകത്തിന്റെ വെളിച്ചമാകുന്നു, എന്നെ അനുഗമിക്കുന്നവൻ. സ്തോത്രം. അനുഗമിക്കുക എന്നുള്ളൊരു പദം, സ്തോത്രം, അത് വളരെ ഫ്രീക്വൻ്റ് ആയിട്ട് അതിൻ്റെ ആശയത്തിൽ നമുക്ക് ദൈവവചനത്തിൽ കാണുവാനായിട്ട് സാധിക്കും. സ്തോത്രം. ഒത്തിരിയേറെ ഇടങ്ങളിൽ കർത്താവ് അബ്രഹാമിനെ വിളിക്കുന്നു, ഓരോരുത്തരെയും വിളിച്ച് തന്നെ അനുഗമിക്കാൻ തക്കവണ്ണമാക്കി വെക്കുകയാണ്. യേശു തൻ്റെ ശിഷ്യന്മാരെ വിളിക്കുമ്പോൾ പറയുന്ന പദപ്രയോഗം എന്തുവാ? എന്നെ അനുഗമിപ്പീൻ. സ്തോത്രം. ഫിലിപ്പോസിനെ വിളിക്കുമ്പോൾ പറയുകയാണ്, എന്നെ അനുഗമിപ്പീൻ. പത്രോസിനെ വിളിക്കുമ്പോൾ പറയുകയാണ്, എന്നെ അനുഗമിപ്പീൻ. സ്തോത്രം. സെബദി പുത്രന്മാരെ വിളിക്കുമ്പോൾ പറയുകയാണ്, എന്നെ അനുഗമിപ്പീൻ. മത്തായിയെ വിളിക്കുമ്പോൾ പറയുന്നത് എന്താണ്? എന്നെ അനുഗമിക്കുക. സ്തോത്രം. അപ്പോൾ അനുഗമിക്കുക എന്നുള്ള പദം ഈ ദൈവവചനത്തിൽ നമ്മോടുള്ള ഒരു ആഹ്വാനമായി, നമുക്കുള്ള ഒരു കോളിംഗ് ആയി ദൈവം പലപ്പോഴും നമ്മളോട് ഇടപെടുന്ന ഒരു പദപ്രയോഗമാണ്. നാമും ആ പദപ്രയോഗം കേട്ടതുകൊണ്ടല്ലേ ദൈവത്തെ അനുഗമിപ്പാനായിട്ട് ഇറങ്ങിത്തിരിച്ചിരിക്കുന്നത്. സ്തോത്രം. എന്നാൽ കർത്താവ് പറയുകയാണ്, ഒരുവൻ എന്നെ അനുഗമിക്കുന്നു എങ്കിൽ അനുഗമിക്കുന്നവന്റെ പ്രത്യേകത എന്താണെന്നറിയാമോ? അവൻ ഇരുളിലല്ല നടക്കുന്നത്. സ്തോത്രം. അപ്പോൾ യേശുവിനെ അനുഗമിക്കാൻ ഇറങ്ങിത്തിരിക്കുന്ന ഒരു വ്യക്തിക്ക് തൻ്റെ നടപ്പിനകത്ത് താൻ ആയിരിക്കുന്ന തൻ്റെ അവസ്ഥയ്ക്ക് ഒരു വ്യത്യാസം ഉണ്ടാകുവാനായിട്ട് ഇടയായിത്തീരണം. ഇന്നത്തെ കാലത്ത് നാം ഒത്തിരി പേര് യേശുവിനെ അനുഗമിക്കുന്നത് കാണുന്നുണ്ട്. ഇന്ന് മാത്രമല്ല, യേശുവിൻ്റെ കാലത്തും അവൻ്റെ പുറകെ കൂടിയ ഒത്തിരി പേരെ നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. പലയിടങ്ങളിൽ അനുഗമിച്ചു എന്ന് തന്നെയാണ് നമ്മൾ മലയാളത്തിലോ ഇംഗ്ലീഷിലോ ഒക്കെ വായിക്കും മനസ്സിലാകുന്നത്. പക്ഷേ അതിൻ്റെ മൂലഭാഷയിലേക്ക് ചെന്ന് പഠിക്കുമ്പോൾ നമുക്ക് പലപ്പോഴും മനസ്സിലാകും, വെറുതെ അനുഗമിച്ച കൂട്ടത്തിന് പ്രയോഗിച്ചിരിക്കുന്ന പദം വ്യത്യസ്തമാണ്. യേശുവിൻ്റെ പുറകെ ഇറങ്ങി തിരിച്ചവർക്ക് പ്രയോഗിക്കപ്പെട്ടിരിക്കുന്ന പദപ്രയോഗം വ്യത്യസ്തമാണ്. സ്തോത്രം. വെറുതെ കർത്താവിനെ അക്കമ്പനി ചെയ്യാനല്ല ദൈവം നമ്മളെ വിളിക്കുന്നത്. കർത്താവിൻ്റെ കൂടെ നല്ലൊരു ഉദാഹരണമാണ് യോഹന്നാൻ എഴുതിയ സുവിശേഷം 1-ാം അധ്യായത്തിൽ നാം വായിക്കുമ്പോൾ യോഹന്നാൻ ശിഷ്യന്മാരോട് പറയുക, ഇതാ ലോകത്തിന്റെ പാപത്തെ ചുമക്കുന്ന ദൈവത്തിന്റെ കുഞ്ഞാട്. സമയത്തിന്റെ കുറവുള്ളതുകൊണ്ട് ഞാൻ വേഗത്തിൽ സംസാരിച്ചാൽ പോകുന്നു, നിങ്ങൾ എൻ്റെ കൂടെ വന്നോണം കേട്ടോ. സ്തോത്രം. ഇതാ ലോകത്തിന്റെ പാപത്തെ ചുമക്കുന്ന ദൈവത്തിന്റെ കുഞ്ഞാട് എന്ന് പറയുമ്പോൾ അവന്റെ ശിഷ്യന്മാരിൽ 2 പേർ അവിടെ എഴുതിയിരിക്കുന്ന ഇങ്ങനെ തന്നെയാ, ആ പദപ്രയോഗം ഇങ്ങനെയാണ്, അവർ യേശുവിനെ അനുഗമിച്ചു. സ്തോത്രം. അപ്പോൾ യേശു അവരോട് ചോദിക്കുകയാണ്, നിങ്ങൾ എന്ത് തിരയുന്നു? അപ്പോൾ അവർ പറഞ്ഞു, ഞങ്ങളുടെ ഗുരു ഇങ്ങനെ പറഞ്ഞു, അയാളെ നോക്കുകയാ. നീ എവിടെ താമസിക്കുന്നേ? അപ്പോൾ യേശു പറഞ്ഞു, വന്ന് കാൺമീൻ. കൂടെ കൊണ്ടുപോയി താമസിപ്പിച്ച് തന്നോടുകൂടെ സംസാരിച്ചപ്പോൾ അതിലൊരുവൻ അന്ത്രയോസ് എന്ന് അവിടെ തന്നെ എഴുതിയിട്ടുണ്ട്. ഈ പോയ 2 പേരിൽ ഒരുവൻ അന്ത്രയോസ് 41-ാമത്തെ വാക്യത്തിലേക്ക് ചെല്ലുമ്പോൾ അവൻ തൻ്റെ സഹോദരനായ പത്രോസിനോട് എന്ന് പറയുക, ഞാൻ ക്രിസ്തുവിനെ കണ്ടെത്തിയിരിക്കുന്നു. മശിഹ എന്ന് വെച്ചാൽ ക്രിസ്തുവിനെ ഞാൻ കണ്ടെത്തിയിരിക്കുന്നു. അപ്പോൾ സ്തോത്രം, അല്പസമയം കർത്താവിനോടുകൂടെ തങ്ങിയപ്പോൾ തനിക്കൊരു തിരിച്ചറിവുണ്ടായി. യേശു ദൈവത്തിന്റെ പുത്രനാകുന്ന ക്രിസ്തുവാണ്, ഞങ്ങളെ രക്ഷിക്കാൻ വന്നിരിക്കുന്ന മശിഹായാണെന്ന് മനസ്സിലാക്കി അവനത് സാക്ഷ്യമായി തൻ്റെ സഹോദരനോട് പറയുന്ന ഒരു അനുഭവം. സ്തോത്രം. അവിടെ എഴുതിയിരിക്കുന്നത് യേശുവിനെ അനുഗമിച്ചെന്നാ. പക്ഷെ എന്നാൽ മർക്കോസിന്റെ സുവിശേഷം 1-ാം അധ്യായത്തിലേക്ക് ചെല്ലുമ്പോൾ ഇതേ അന്ത്രയോസിനെയും ഇതേ പത്രോസിനെയും പടകിലിരുന്ന് വല നന്നാക്കുന്നവരായും രാത്രി മുഴുവൻ അധ്വാനിച്ചിട്ട് ഒരു മീനും കിട്ടാതെ വലഞ്ഞിരിക്കുന്നവരായിട്ടും നമ്മൾ കാണുന്നുണ്ട്. പ്രിയമുള്ളവരെ, സ്തോത്രം. അവിടെ വെറുതെ ഒന്ന് കർത്താവിന്റെ കൂടെ പോയി ഇവൻ ആരാന്നൊക്കെ ഒന്ന് അറിഞ്ഞിട്ട് വരാമെന്നേ ചിന്തിച്ചുള്ളൂ. പലരും സഭയ്ക്കകത്ത് കടന്നു വരുന്നത് ഇന്ന് അങ്ങനെയാണ്. സ്തോത്രം. ഇത് ആരാന്നൊന്ന് കാണാം, ഇതൊരു വിടുതൽ കിട്ടുമെങ്കിൽ കിട്ടിയേച്ചങ്ങ് പോകാം എന്നുള്ള കാഴ്ചപ്പാടോടുകൂടെ വരുന്നവർ ഒത്തിരി പേരുണ്ട്. സ്തോത്രം. അങ്ങനെ
ഉള്ള ഒരു അനുഗമനമല്ല കർത്താവ് നമ്മെ വിളിക്കുന്നത്. സ്തോത്രം. എന്നാൽ ഈ അനുഭവമുള്ളവൻ സ്തോത്രം പടകിൽ വെച്ച് കർത്താവ് വീണ്ടും അവനോട് പറയുകയാ, നിങ്ങൾ എന്നെ അനുഗമിപ്പീൻ, ഞാൻ നിങ്ങളെ മനുഷ്യരെ പിടിക്കുന്നവരാക്കും. സ്തോത്രം. അവിടെ അവരുടെ അനുഗമനത്തിനൊരു വ്യത്യാസം നമ്മൾ കാണണം. സ്തോത്രം. മർക്കോസ് സുവിശേഷം 1:17 ഒന്നെടുത്ത് വേഗത്തിൽ വായിച്ചാട്ടെ. ആ അനുഗമനത്തിനൊരു വ്യത്യാസമുണ്ട്. ഇവിടെ ഇവർ യേശുവിനെ അനുഗമിച്ചു, കാര്യങ്ങൾ അറിഞ്ഞു തിരിച്ചുപോയി. പക്ഷേ അവിടെ അവർ അനുഗമിക്കുമ്പോൾ അവരുടെ ജീവിതത്തിൽ ഒരു വ്യത്യാസം വരുന്നുണ്ട്. അവിടെ എഴുതിയിരിക്കുന്നത് ഇങ്ങനെയാണ്, വായിച്ചാട്ടെ. അടുത്തത്, ഉടനെ അവർ തങ്ങളുടെ വല വിട്ട് അവനെ അനുഗമിക്കുവാനായിട്ടിടയായി തീർന്നു. ആ പാരഗ്രാഫിന്റെ അവസാന സെബദി പുത്രന്മാർ അനുഗമിക്കുമ്പോൾ നമ്മൾ വളരെ കൃത്യമായിട്ട് കാണുന്നു, അവർ തങ്ങളുടെ അപ്പനായ സെബദിയെയും അവന്റെ ജോലിക്കാരെയും പടകിനെയും വലയെയും വിട്ട് യേശുവിനെ അനുഗമിക്കുവാൻ തയ്യാറായി തീർന്നു. സ്തോത്രം. യേശുവിന്റെ കൂടെ അവൻ ആരാണെന്ന് വെറുതെ ഒന്ന് കാണുവാൻ വരുന്ന വരവല്ല ദൈവം ആഗ്രഹിക്കുന്നത്. യേശു വിളിക്കുമ്പോൾ വിളിക്കുന്നത് എങ്ങനെയാണെന്ന് അറിയാമോ? കം ആഫ്റ്റർ മീ, എന്റെ പിന്നാലെ വരുവീൻ എന്നാ പറയുന്നത്. സ്തോത്രം. നമ്മുടെ ജീവിതത്തിൽ ക്രിസ്തുവിനെ അനുഗമിപ്പാൻ, യേശുവിന്റെ പിറകെ കടന്നു ചെല്ലുവാൻ തീരുമാനിച്ചിറങ്ങിയിരിക്കുന്നവരായിരിക്കുന്ന നാം ഓരോരുത്തരും ഈ രീതികളിൽ ദൈവത്തിന്റെ പുറകെ വരുവാനായിട്ട് ഇടയായി തീരണം. ചിലതൊക്കെ വിടുവാൻ നാം തയ്യാറാകണം. സ്തോത്രം. ചിലതൊക്കെ നമ്മെ ഇനിയും പിടിച്ചു വച്ചിരിക്കുന്ന നമ്മുടെ പഴയകാല സാമുദായ ബന്ധനങ്ങൾ നമ്മെ വിട്ടു നീങ്ങുവാനായിട്ട് ഇടയായി തീരണം. എനിക്ക് ഒത്തിരി പേരെ അറിയാം. സ്തോത്രം. അവർ പെന്തക്കോസ്തിന്റെ അനുഭവത്തിലൊക്കെ വന്നെങ്കിലും പ്രിയ പൊടിമോൾ സിസ്റ്റർ പറഞ്ഞതുപോലെ കാലക്കണക്കിന് ആ പഴയ ചിന്താഗതികളോടുകൂടിയാ ഇതിനകത്തും ജീവിക്കുന്നത്. എനിക്ക് പലപ്പോഴും എന്നെ വിഷമിപ്പിക്കുകയും ചില സമയങ്ങളിൽ രോഷം കൊള്ളിക്കുകയും ചെയ്യുന്ന ഒരു പദപ്രയോഗമുണ്ട്, പെന്തക്കോസുകാരെന്ന് പറഞ്ഞാൽ കൊള്ളാത്തവരാണെന്ന്. സ്തോത്രം. ഈ കാഴ്ചപ്പാടോടുകൂടിയാ പലരും പെന്തക്കോസിനകത്ത് നിൽക്കുന്നത്. എന്നാ പിന്നെ പഴയതിനകത്തങ്ങ് നിന്നാ പോരായിരുന്നോ? സ്തോത്രം. പ്രിയമുള്ളവരെ, ചിലതൊക്കെ വിടാൻ നമ്മൾ തയ്യാറാകണം. സ്തോത്രം. പഴയ കാഴ്ചപ്പാടും വെച്ചോണ്ട് ഞാൻ പലപ്പോഴും വീട്ടിൽ പറയാറ് ഉള്ളൊരു പദപ്രയോഗമാണ്, പാതി വെന്ത കോഴിയായിട്ട് സ്തോത്രം ചിക്കൻ കറിക്കകത്ത് കിടക്കുന്നത് അപകടകരമാണ്, തിന്നാനും കൊള്ളുകയില്ല. സ്തോത്രം. കളയാൻ മനസ്സും വരാത്ത അനുഭവം. സ്തോത്രം. പാതി വെന്ത അനുഭവം ഒരു ദൈവ പൈതലിന് ചേർന്നതല്ല. നീ വെന്തെങ്കിൽ മുഴുവൻ വേകണം, അല്ലേ പിന്നെ ഒട്ടും വേകാതെ ചിക്കിച്ചനച്ച് നടക്കുന്നതല്ലേ നല്ലത്. അതായത് കോഴി ചിക്കിച്ചനച്ച് നടക്കുന്നതിൻ്റെ കാര്യമാണ് ഞാൻ പറഞ്ഞത്. സ്തോത്രം. ഹല്ലേലൂയ. അവർ മുഴുവനും വിട്ട് യേശുവിനെ അനുഗമിപ്പാനായിട്ട് ഇടയായി തീർന്നു. അങ്ങനെ അനുഗമിച്ചവരെ കുറിച്ച് യേശു പറയുകയാ, ഇനി നിങ്ങൾ നടക്കുന്നത് എന്തിലല്ല? സ്തോത്രം. ഇരുളിൽ അല്ല. വേഗത്തിൽ വായിക്കാം. റോമർക്ക് എഴുതിയ ലേഖനം 1-ാം അധ്യായം. സ്തോത്രം. അതിൻ്റെ ഒത്തിരി വായിക്കണം, പക്ഷെ സമയം അനുവദിക്കാത്തത് കൊണ്ട് 18 മുതലുള്ള വാക്യം, 18-ാമത്തെ വാക്യം ഒന്ന് വേഗത്തിൽ വായിച്ചാട്ടെ. അനീതി കൊണ്ട് സത്യത്തെ തടുക്കുന്ന മനുഷ്യരുടെ സകല അഭക്തിക്കും അനീതിക്കും നേരെ ദൈവത്തിൻ്റെ കൃപ എന്നാണ് പറഞ്ഞിരിക്കുന്നത്, സ്നേഹമെന്നാണ് പറഞ്ഞിരിക്കുന്നത്, കരുണയെന്നാണ് പറഞ്ഞിരിക്കുന്നത്. അല്ല, അപ്പോസ്തലൻ വളരെ ശക്തമായ ഭാഷയിൽ എഴുതുകയാണ്, ഇതാ അഭക്തിക്കും അനീതിക്കും നേരെ എഴുന്നേറ്റു വരുന്ന, വെളിപ്പെട്ടു വരുന്ന സ്തോത്രം ഒരു ദൈവത്തിന്റെ കോപത്തെ കുറിച്ച് പറഞ്ഞോർമ്മിപ്പിക്കുകയാണ്. സ്തോത്രം. കർത്താവിന്റെ ദാസൻ പ്രസംഗിച്ചപ്പോൾ നമ്മൾ കേട്ടില്ലേ, ദൈവത്തെ ഭയപ്പെടുന്ന ഒരു ഭയം നമ്മുടെ ഹൃദയത്തിലുണ്ടാകണം. സ്തോത്രം. സ്തോത്രം. അങ്ങനെയുള്ളവർക്ക് ചുറ്റും സ്തോത്രം മറ്റുള്ളവനെ ഭയപ്പെടാത്ത നിലയിൽ തൻ്റെ ഭക്തന്മാരുടെ ചുറ്റും അവൻ പാളയമിറങ്ങി അവരെ വിടുവിക്കുവാനും സംരക്ഷിക്കുവാനും സ്തോത്രം ദൈവം സർവശക്തനാണ്. സ്തോത്രം. നാം ആരെയും ഭയപ്പെടാത്തവരായി, ആരെയും പേടിയില്ലാത്തവരായി സ്തോത്രം ന്യായാധിപന്മാരുടെ പുസ്തകം ഏറ്റവും അവസാനത്തെ വാക്യത്തിൽ പറയുന്ന പോലെ തങ്ങൾക്ക് ബോധിച്ച പ്രകാരം നടക്കുന്ന ഒരനുഭവത്തിൽ ജീവിപ്പാനല്ല ദൈവവൈതലിനെ കുറിച്ച് ദൈവം ആഗ്രഹിക്കുന്നത്. അവനെ അനുഗമിക്കാൻ നാം ഇറങ്ങിയെങ്കിൽ ഇരുട്ടിന്റെ പ്രവർത്തികളെ വിട്ടിട്ട് വെളിച്ചത്തിന്റെ
പ്രവൃത്തികളെ ചെയ്യണമെന്ന്. സ്തോത്രം. അവനെ ഭയപ്പെട്ട് അവന്റെ നാമത്തിൽ വിശ്വസിക്കണമെന്ന്. സ്തോത്രം. ഇനി ഭയമില്ലെങ്കിലോ അഭക്തിയാണെങ്കിലോ ദൈവത്തിന്റെ കോപം സ്വർഗത്തിൽ നിന്ന് വെളിപ്പെട്ടു വരുന്നു. സ്തോത്രം. എടുത്ത് 21 ഓടിപ്പോകുക 21-ാമത്തെ വാക്യം വായിക്കാം. കണ്ടോ അവരുടെ ഏറ്റവും വലിയ തെറ്റ് കണ്ടോ? അവർ ദൈവത്തെ അറിഞ്ഞു. ശ്രദ്ധിക്കണമേ. സ്തോത്രം. അവർ ദൈവത്തെ അറിഞ്ഞു, പക്ഷെ ദൈവത്തെ ദൈവമാണെന്ന് ഓർത്ത് മഹത്വം കൊടുത്തില്ല. ഇന്നത്തെ തലമുറയുടെ, ഇന്നത്തെ ഈ കാലഘട്ടത്തിൻ്റെ ഒരു പ്രശ്നമല്ലേ ഇത്? സ്തോത്രം. എല്ലാവർക്കും ദൈവത്തെ അറിയാം, നമുക്ക് ദൈവത്തെ അറിയാം, നമ്മൾ ദൈവമക്കളാണെന്ന് സ്വയം അവകാശപ്പെടുകയും സ്തോത്രം എല്ലാവരുടെ മുമ്പിൽ ക്ലെയിം ചെയ്യുകയും ചെയ്യുന്നവരാ. പക്ഷെ ദൈവത്തെ ദൈവമാണെന്ന് ഓർക്കുകയും, സ്തോത്രം എന്ന് പറഞ്ഞാൽ നമ്മുടെ ചിന്തയെ കൊണ്ടുവരണം, അവൻ എൻ്റെ ദൈവമാണെന്ന്. സ്തോത്രം. അവന് മഹത്വം കൊടുക്കാനായിട്ടിടയായി തീരണം. അവനെ ദൈവമെന്ന് ഓർത്ത് മഹത്വീകരിക്കുകയും ചെയ്യാതെ, മഹത്വീകരിക്കുക മാത്രമല്ല നന്ദി കാണിക്കാത്ത അനുഭവം. സ്തോത്രം. നന്ദി കാണിക്കാത്തൊരനുഭവം. ഇത് പറയാതിരിക്കാൻ തരവില്ല. സ്തോത്രം. എന്നോട് സാക്ഷ്യത്തിന് സമയമുണ്ടോ എന്ന് ചോദിച്ചപ്പോൾ ഉണ്ടെന്ന് പറഞ്ഞത് നന്നായെന്ന് ഞാൻ കരുതുകയാണ്. സ്തോത്രം. ദൈവത്തെ സ്തുതിക്കാൻ മനസ്സില്ലാത്തൊരു തലമുറ, വാ തുറന്ന് ദൈവമേ നന്ദി എന്ന് പറയാൻ ഇഷ്ടമില്ലാത്തൊരു തലമുറയാണെന്ന്. സ്തോത്രം. ഇങ്ങനെ ക്ഷമിക്കണേ ഈ ഒരു പദപ്രയോഗത്തിന്. സ്തോത്രം. വായ്ക്കകത്ത് നമ്മൾ കോലിട്ട് കുത്തിയാലും സ്തോത്രം വാ തുറക്കാൻ ഇഷ്ടപ്പെടാത്ത ഒരു തലമുറ. സ്തോത്രം. ഇവർക്കെതിരെ ദൈവകോപം കടന്നു വരുന്നു എങ്കിൽ പ്രിയമുള്ളവരെ ആരൊക്കെയാണ് അവരെന്നും ചിന്തിച്ചോണം. പറയുന്നില്ല ഞാൻ. സ്തോത്രം. സ്തോത്രം. ഭയപ്പെടണം, വളരെ ജാഗ്രതയുള്ളവരായിരിക്കണം, ദൈവസന്നിധിയിൽ സമർപ്പിച്ചു കൊടുക്കണം. കർത്താവേ, അങ്ങനെ ഒരു ദോഷം, അങ്ങനെ ഒരു കോപം എൻ്റെ കുഞ്ഞിന്റെ മേൽ വരരുതേ. സ്തോത്രം. നന്ദി കാണിക്കാത്തൊരു തലമുറ. അടുത്തത് അവിടെ കൊണ്ട് തീർന്നില്ല. കണ്ടോ, വിവേകമില്ലാത്തൊരു തലമുറ. പക്ഷെ പറയുന്നത് ഞങ്ങളാ ഏറ്റവും ഹൈയസ്റ്റ് വിവേകികളെന്നാ. നിങ്ങൾ 10ാം ക്ലാസ് വരെയല്ലേ പഠിച്ചിട്ടുള്ളൂ, ഞാൻ ഡിഗ്രി കഴിഞ്ഞതാ. നിങ്ങൾ എന്നാ പറയാനാ? സ്തോത്രം. ഞാൻ PG കഴിഞ്ഞതാ. അപ്പൻ റബ്ബർ വെട്ടി ജീവിച്ചതല്ലേ, എന്നെ പഠിപ്പിക്കാൻ എന്നാ? കമ്പ്യൂട്ടറിനകത്ത് ABCD അറിയാം, എനിക്കറിയാം. എൻ്റെ വിരൽ തുമ്പിലാ എല്ലാം. വിവേകമുണ്ടെന്ന് നടിക്കുകയും എന്നാൽ വിവേകമില്ലാത്തൊരു തലമുറ. സ്തോത്രം. അടുത്തത് അതിന് മുന്നേ ഒരു കാര്യം പറയുന്നുണ്ട്. നന്ദി കാണിക്കുകയോ ചെയ്യാതെ തങ്ങളുടെ നിരൂപണങ്ങളിൽ വ്യർത്ഥരായി തീർന്നു. പ്രിയ ദൈവകുഞ്ഞുങ്ങളെ, നമ്മുടെ നിരൂപണങ്ങൾ, സ്തോത്രം, നമ്മുടെ നിരൂപണങ്ങൾ നമ്മുടെ ഹൃദയത്തിൻ്റെ ചിന്തകളിൽ വ്യർത്ഥരായിത്തീരുന്ന ഒരനുഭവം നമുക്കുണ്ടാകരുതേ. സ്തോത്രം. അവിടെ ഈ പറഞ്ഞ കാര്യങ്ങൾ കിടക്കുന്നത്. അതായത് സ്തോത്രം, സ്വന്തമായിട്ടങ്ങ് നിരൂപിക്കുക എല്ലാം നമ്മുടെ കൈപ്പിടിയിലാണെന്ന്. സ്തോത്രം. നാളെ നടക്കുമെന്ന് എന്നത്തിനാ പറയാകുന്നത്? നത്തിങ് വിൽ ഹാപ്പൻ, ഓൾ ഈസ് വെൽ. അതാ ഇന്നത്തെ ആപ്തവാക്യം. ഓൾ ഈസ് വെൽ, എല്ലാം നല്ല നടക്കും. സെൽഫ് എന്നാ പറയുന്ന കോൺഫിഡൻസ് ഡെവലപ്പ് ചെയ്യാൻ. സ്തോത്രം. സെൽഫ് കോൺഫിഡൻസ് അല്ല ദൈവവചനം പഠിപ്പിക്കുന്നത്, കോൺഫിഡൻസ് ഇൻ ഗോഡാ പഠിപ്പിക്കുന്നത്. മറന്നു പോകരുത്. ഈ ദൈവവചനത്തിൽ നിങ്ങൾ എവിടെ എടുത്തു നോക്കിയാലും നിങ്ങൾ ചിന്തിച്ചു, ആർക്കെങ്കിലും സ്തോത്രം, പൗലോസ് പറയുക, എനിക്ക് പ്രശംസിപ്പാൻ ഒന്നുമില്ല, ഒരു പക്ഷേ ഞാൻ പ്രശംസിച്ചാൽ എൻ്റെ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ ക്രൂശിലല്ലാതെ എനിക്ക് പ്രശംസിപ്പാൻ ഇടവരരുതെന്ന് അവൻ പറയുന്നത്. സ്തോത്രം. ഹല്ലേലൂയ. അങ്ങനെയെങ്കിൽ ദൈവവചനം പഠിപ്പിച്ചുറപ്പിക്കുന്നത് നിന്നിൽ തന്നെ കോൺഫിഡൻസ് ഉണ്ടാകാനല്ല. നിന്നെ കുറിച്ച് എന്നാ പറയുന്നതെന്ന് അറിയാവോ? സ്തോത്രം. ഇതാ കാറ്റ് അതിന്മേൽ അടിക്കുന്നു, അതില്ലാതെയായി തീരുന്നു. ഹല്ലേലൂയ. അതിന്റെ ഇടമ്പിന്റെ, അതിനെ അറിയാത്ത അനുഭവത്തിൽ ഒരു ശ്വാസത്തിന്റെ മാത്രം വിലയുള്ള മനുഷ്യ, സ്തോത്രം, നീ നിന്നിൽ തന്നെ കോൺഫിഡൻസ് വെക്കുവാൻ നിനക്കെന്തുണ്ട്? സ്തോത്രം. നിന്റെ പ്രശംസയും നിന്റെ പുകഴ്ചയും നിന്റെ കോൺഫിഡൻസും ദൈവത്തിലായിരിക്കട്ടെ.
സ്തോത്രം. നിരൂപണങ്ങളിൽ പോലും ചിന്തിക്കരുത് ഞാൻ സാധിക്കും. യാക്കോബ് എഴുതുമ്പോഴല്ലേ പറയുന്നത് നാളെ ഞാൻ ഇങ്ങനെയൊക്കെ ചെയ്യും എന്ന് നിങ്ങൾ പറയരുത്. കർത്താവിന് ഹിതമാണെങ്കിൽ ഞങ്ങൾ ഇന്ന വിധത്തിൽ പോയി, വചനം പറയുന്നതാണേ, സ്തോത്രം സ്തോത്രം, ഞങ്ങൾ ഇന്നത് ചെയ്യും, സ്തോത്രം, അതിനവൻ നമ്മെ സഹായിക്കും എന്നല്ലയോ പറയേണ്ടത്. സ്തോത്രം, ഹല്ലേലൂയ. സ്വന്തം നിരൂപണങ്ങളിൽ വ്യർത്ഥമായി തീർന്നു. അവരുടെ വിവേകമില്ലാത്ത ഹൃദയം ഇരുണ്ടുപോയി എന്നുള്ളതാണ് സ്തോത്രം ഞാൻ ഇരുളിൻ്റെ പാതകളിൽ നടക്കുന്നതിനെ കുറിച്ച് ചേർത്ത് ചിന്തിക്കുന്ന കാര്യങ്ങൾ. ഇരുളിൽ നമ്മെ ഏൽപ്പിച്ചു കൊടുത്താൽ, ഇരുളിൻ്റെ വഴികളിൽ നമ്മെ ഏൽപ്പിച്ചു കൊടുത്താൽ ദൈവത്തിന് പോലും രക്ഷിക്കാൻ കഴിയാത്ത അവസ്ഥകളിൽ തകർന്നു പോകാൻ സാധ്യതയുണ്ട്. അത് ദൈവത്തിൻ്റെ കഴിവുകേടിനെയല്ല ഞാൻ പറയുന്നത്. ദൈവം വിചാരിച്ചാൽ പോലും നമ്മൾ എതിർത്ത് നിന്നാൽ ദൈവത്തിൻ്റെ കരങ്ങളിൽ നിന്ന് നമ്മൾ വീണു പോകുന്ന സ്തോത്രം അനുഭവത്തിലേക്ക് കടന്നു വരാം. അതിൻ്റെ 24-ാമത്തെ വാക്യം മനസ്സിലാകും. സ്തോത്രം. കണ്ടോ, അവസാനം ഈ രീതികളിൽ മുമ്പോട്ട് പോകുമ്പോൾ അശുദ്ധിയിൽ വീണു പോകുന്ന അനുഭവങ്ങൾ നമുക്ക് കാണുവാനായിട്ട് കഴിയും. എന്നിട്ട് അതിന് പകരം നമ്മൾ എന്താ ചെയ്യേണ്ടതെന്നറിയാമോ? സ്തോത്രം, നാം ദൈവത്തെ ദൈവമായിരിക്കുന്നത് പോലെ ദൈവത്തെ തിരിച്ചറിയുവാനും ദൈവത്തിൽ വിശ്വസിപ്പാനും നമുക്ക് കഴിയണം. റോമാലേഖനം സ്തോത്രം കൃപയെക്കുറിച്ചുള്ള ഒരു ലേഖനമാണ്. അതുകൊണ്ട് അതിൻ്റെ മുമ്പിൽ അതിനെക്കുറിച്ചൊന്ന് പറഞ്ഞിട്ട് ഞാൻ മുമ്പോട്ട് പോകുകയാണ്. സ്തോത്രം, ഇങ്ങനെ പറഞ്ഞ് ഭയപ്പെടുത്തിയിട്ട് നിർത്തിക്കളയുന്നില്ല. സ്തോത്രം, അതുകൊണ്ട് നീയൊക്കെ വീണു പോകും, നീയൊക്കെ തകർന്നു പോകും, നിനക്കൊന്നും ഒരു ഗുണം ഉണ്ടാകത്തില്ലെന്ന് പറഞ്ഞല്ല നിർത്തുന്നത്. 8-ാമത്തെ അധ്യായത്തിലേക്ക് വരുമ്പോൾ പറയുക, ഇതാ ഇപ്പോൾ ക്രിസ്തുയേശുവിലുള്ളവർക്ക് യാതൊരു ശിക്ഷാവിധിയുമില്ല. ഹല്ലേലൂയ. നാം വായിച്ചത് എന്തുവാ? അവനെ അനുഗമിക്കുന്നവർ ഇനി ഇരുട്ടിലല്ല നടക്കുന്നത്, അവനിൽ തന്നെ ജീവന്റെ വെളിച്ചമുണ്ടാകുന്ന അനുഭവത്തിലേക്ക് ദൈവം എന്നെയും നിങ്ങളെയും കൊണ്ടുവരുവാനായിട്ട് ആഗ്രഹിക്കുകയാണ്. സ്തോത്രം. പക്ഷെ അപ്പോൾ തന്നെ ഓർക്കേണ്ടത് എന്തുവാ? നമ്മൾ ഈ ഇരുളിൻ്റെ വഴികളെ വിടുവാൻ തയ്യാറാകണം. ഇരുളിൻ്റെ വഴികളെ കുറിച്ചൊക്കെ പറയുന്നുണ്ട്. ഇന്നത്തെ കാലത്ത് വളരെ പ്രസക്തമായ, അന്നൊക്കെ എത്രത്തോളം ഇതിന് പ്രസക്തി ഉണ്ടെന്ന് എനിക്ക് അറിയത്തില്ല. ഈ നൂറ്റാണ്ടിൽ പ്രസക്തമായ ഒരു അധ്യായമാണ് 1-ാമത്തെ അധ്യായം. സ്തോത്രം. നിയമങ്ങൾ പോലും സ്തോത്രം ഒരേ വർഗത്തിൽപ്പെടുന്ന സ്വവർഗ വിവാഹങ്ങളെയൊക്കെ സ്തോത്രം അനുവദിച്ചു കൊടുക്കുന്ന ഒരു കാലഘട്ടത്തിൽ സ്തോത്രം എത്ര പ്രാവചനിക പ്രാധാന്യമർഹിക്കുന്ന ഒരു അധ്യായമാണിതെന്നറിയാമോ? സ്തോത്രം. ദൈവത്തെ പരിജ്ഞാനത്തിൽ ധരിപ്പാൻ ഇഷ്ടമില്ലാത്തതിന് തക്കവണ്ണം ദൈവം അവരെ ഉചിതമല്ലാത്തത് ചെയ്യുവാൻ നികൃഷ്ട ബുദ്ധിയിൽ ഏൽപ്പിച്ചു കളഞ്ഞു. സ്തോത്രം. അവരുടെ പ്രത്യേകതകളാണ് താഴോട്ട് കാണുന്നത്. വായിച്ച് നിർത്തുകയാ. നിങ്ങൾ എന്നോട് ചേർന്ന് എല്ലാവരും വായിക്കണം. 29 മുതലുള്ള വാക്യങ്ങൾ. അവർ സകല അനീതിയും ദുഷ്ടതയും അത്യാഗ്രഹവും ദുർബുദ്ധിയും നിറഞ്ഞവർ. അനീതി, ദുഷ്ടത, അത്യാഗ്രഹം, ദുർബുദ്ധി. അടുത്തത് പറയുക, അസൂയ, കൊല, പിണക്കം, കപടം, ദുശീലം എന്നിവ തിങ്ങിയവർ. അടുത്ത് പറയുക, കുരളക്കാർ, ഏഷണിക്കാർ, ദൈവദ്വേഷികൾ, നിഷ്ഠൂരന്മാർ, ഗർവിഷ്ഠന്മാർ, ആത്മപ്രശംസക്കാർ, പുതുദോഷം സങ്കല്പിക്കുന്നവർ. സ്തോത്രം. കർത്താവിന്റെ ദാസൻ പറഞ്ഞ പോലെ ഭയം വന്നു കഴിയുമ്പം ആരെയും വിശ്വാസമില്ല, ആരോടും അറ്റാച്ച്മെന്റ്സ് ഇല്ല. ദൈവം സൊസൈറ്റിക്കകത്ത് വെച്ചിരിക്കുന്നതായിരിക്കുന്ന ദൈവികമായിരിക്കുന്ന മൊറാലിറ്റീസ്, സ്തോത്രം, ധാർമ്മികത അതിൻ്റെ അപ്പുറത്തേക്ക് കടന്നു എന്ന് സ്വന്തം നിരൂപണങ്ങളിൽ ഇങ്ങനെയൊക്കെ പറയാൻ ദൈവം ആരാണെന്ന് വരെ ചോദിക്കുന്ന നിലയിൽ ദൈവത്തിനെതിരെ ചോദ്യമുയർത്തി കടന്നു ചെല്ലുന്നൊരു തലമുറ, അതാണ് ഇരുളിൽ നടക്കുന്ന തലമുറ. സ്തോത്രം.
അപ്പോൾ നമ്മൾ ഇരുളിൽ നടക്കരുതെന്ന് പറയുമ്പോൾ, ഇനി ഇരുളിൽ നടക്കുന്നവരല്ലെന്ന് പറയുമ്പോൾ, ദൈവമക്കളെ നമ്മൾ എന്താ മനസ്സിലാക്കേണ്ടത്? നമ്മൾ ഈ വഴിയിലൊന്നും ആകരുതെന്ന്. പലപ്പോഴും നമ്മൾ ഇതിനെപ്പറ്റി പ്രസംഗിക്കാറില്ല. നെഗറ്റീവിനെ പറ്റി പ്രസംഗിക്കേണ്ടെന്നാണ് പറയുന്നത്. സ്തോത്രം. നെഗറ്റീവിനെ പറ്റി പ്രസംഗിക്കാതിരുന്നാൽ നെഗറ്റീവ് എന്താണെന്ന് എങ്ങനെ അറിയും? സ്തോത്രം. ഇനി നെഗറ്റീവിനെ പറ്റി പ്രസംഗിക്കേണ്ടായിരുന്നെങ്കിൽ ഇത്രയും തെളിവായിട്ട് എന്തിനാ ഇതിനകത്ത് എഴുതി തന്നെ? പോസിറ്റിവിറ്റി മാത്രം പറഞ്ഞിട്ട് പോയാൽ പോരായിരുന്നോ? ചില സംഭവങ്ങളും ചില ഉപദേശങ്ങളും ഒക്കെ നമുക്ക് പബ്ലിക്കലി വായിക്കാൻ പറ്റാത്ത അളവിൽ ദൈവവചനത്തിൽ എഴുതി തന്നിട്ടില്ല. ഇതൊരു അശ്ലീല പുസ്തകമായതുകൊണ്ടാണോ? അല്ല. മറിച്ച് അതിനെക്കുറിച്ചും ദൈവ കുഞ്ഞുങ്ങൾക്ക് കൃത്യമായ ബോധ്യവും ഉണ്ടായിരിക്കണം. അതിൽ ചെന്ന് വീഴരുതെന്നുള്ളത് കൊണ്ട്. സ്തോത്രം. അത് തെളിച്ച് പ്രസംഗിച്ചില്ലെങ്കിൽ ജനം എങ്ങനെ തിരിച്ചറിയും? പ്രിയമുള്ളവരെ, അതൊരു പ്രാസംഗികന്റെ ഉത്തരവാദിത്വമല്ലേ? ദൈവജനത്തെ സത്യത്തിലേക്ക് നയിക്കുവാൻ ആഗ്രഹിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുന്ന ഒരുവന്റെ ഉത്തരവാദിത്വമല്ലേ അവയെ തെളിവായി സംസാരിക്കുക എന്നുള്ളത്? സ്തോത്രം. ആകയാൽ നമ്മൾ പരിജ്ഞാനത്തിൽ ദൈവത്തെ ധരിക്കുവാൻ സമ്മതിക്കാതെ ഈ ലോകത്തിൻ്റെ തത്വജ്ഞാനങ്ങളിൽ, ഫിലോസഫീസ് ഓഫ് ദിസ് വേൾഡ് വീണു പോകാൻ ഇടയാകരുതേ എന്ന് ഇന്ന് പകൽക്കാലം പരിശുദ്ധാത്മാവിൽ ഈ സഭയോട് ഞാൻ ദൈവാത്മാവിൽ ബുദ്ധി ഉപദേശിക്കുകയാണ്. സ്തോത്രം. ഓടി വായിക്കാം. ഒരു ഭാഗം കൂടെ വായിച്ച് ഞാൻ നിർത്തും. എഫെസ്യർ 5:11. സ്തോത്രം. എഫെസ്യർ 5:11 മുതലല്ല, അതിന് മുന്നേ 7 മുതൽ 7-8 വായിച്ചാട്ടെ ആദ്യം. നിങ്ങൾ അവരുടെ കൂട്ടാളികൾ ആകരുത്. സ്തോത്രം. വളരെ ശക്തമായ ഒരു ഉപദേശമാണ്. പൗലോസ് അപ്പോസ്തലൻ എഫെസ്യർക്ക് എഴുതുമ്പോൾ ക്ലിയർ ആയിട്ട് എഴുതുകയാണ്, നിങ്ങൾ അവരുടെ കൂട്ടാളികൾ ആകരുത്. ആരുടെ കൂട്ടാളികൾ? സ്തോത്രം. എന്നിട്ട് തുടർന്ന് പറയുകയാണ്, നിങ്ങൾ മുന്നേ ഇരുളിൽ ഉള്ളവർ ആയിരുന്നു, പക്ഷെ ഇപ്പോൾ നിങ്ങൾ എവിടെയുള്ളവരാ? വെളിച്ചത്തിനകത്തുള്ളവരാ. അങ്ങനെയാണെങ്കിൽ പഴയ ഇരുളിന്റെ അനുഭവങ്ങൾക്ക് എന്നിലും നിങ്ങളിലും വ്യത്യാസം ഉണ്ടാകണം. സ്തോത്രം. ആ ഇരുളിന്റെ കാര്യങ്ങളൊക്കെ മുന്നിൽ പറയുന്നുണ്ട്. ഒന്ന് വീട്ടിൽ ചെന്ന് വായിച്ചു നോക്കണം. 5:1 മുതൽ. പക്ഷെ തുടങ്ങുന്നത് എങ്ങനെയാണെന്നറിയാമോ? ആകയാൽ പ്രിയ മക്കളെന്ന പോലെ നിങ്ങൾ എന്നെ അനുകരിപ്പിൻ. ക്രിസ്തുവും നിങ്ങളെ സ്നേഹിച്ചു നമുക്ക് വേണ്ടി തന്നെത്താൻ ദൈവത്തിന് സൗരഭ്യവാസനയായ വഴിപാടും യാഗവുമായി അർപ്പിച്ചതുപോലെ സ്നേഹത്തിൽ നടപ്പീൻ. എന്നിട്ട് അങ്ങോട്ട് തുടങ്ങുക. ദുർനടപ്പുണ്ടാകരുത്. അശുദ്ധിയും അത്യാഗ്രഹവും എന്തുവാ? നിങ്ങളെക്കുറിച്ച് അങ്ങനെ ഒരു പേര് പോലും കേൾക്കാനുള്ള അനുഭവം ഉണ്ടാകരുതെന്ന്. പ്രിയ ദൈവകുഞ്ഞുങ്ങളെ, ഈ വചനത്തിന് മുമ്പിൽ നമ്മളെ തന്നെ ഒന്ന് പരിശോധിക്കാമോ? കർത്താവേ, എന്നെക്കുറിച്ച് ഒരു തെറ്റ് കേൾപ്പിക്കത്തക്ക രീതിയിൽ ഞാൻ കഴിഞ്ഞ നാളുകളിൽ പ്രവർത്തിച്ചിട്ടുള്ളവാ. ഒരാൾ എന്നെക്കുറിച്ച് ദോഷം പറയാൻ, പേര് കേൾപ്പിക്കാൻ നമ്മൾ തന്നെ പറയാറില്ല, അങ്ങനെ പറയാറില്ലേ? പേര് കേൾപ്പിച്ചുകൊണ്ട് നടക്കുകയാണെന്ന് പറയത്തില്ലേ? സ്തോത്രം. പേര് കേൾപ്പിക്കുന്ന അനുഭവങ്ങൾ എൻ്റെ ജീവിതത്തിൽ ഉണ്ടായിട്ടുണ്ടോ എന്നൊന്ന് പരിശോധിച്ച് നോക്കണ്ടേ? സ്തോത്രം. ചീത്തത്തരം, പൊട്ടച്ചൊൽ, കളിവാക്ക്, ഇങ്ങനെ ചേർച്ചയല്ല, അതൊക്കെ ചേർച്ചയില്ലാത്തതാണെന്നാണ് പറയുന്നത്. സ്തോത്രം. അപ്പം ആ വാക്കിനെ ഒന്ന് ശ്രദ്ധിക്കണം. ആ വാക്കിനെ നിങ്ങളൊന്ന് ശ്രദ്ധിക്കണം. ചേർച്ചയില്ലാത്തതെന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം എന്തുവാ? നോട്ട് മാച്ചിങ് എന്നാ ഇംഗ്ലീഷിൽ പറഞ്ഞാൽ. നമ്മളൊരു ഡ്രസ്സ് എടുത്തു കഴിഞ്ഞാൽ, ഒരു പാൻറ് ഷർട്ടും എടുക്കുമ്പോൾ നമ്മൾ പറയും വൈറ്റ് ഷർട്ട് എടുത്തു കഴിഞ്ഞാൽ ബ്ലാക്ക് അതിന് ചേർച്ചയുള്ളത്, അതിനോട് ചേർന്ന് പോകുന്ന, മാച്ച് ചെയ്യുന്നതാ. സ്തോത്രം. സഹോദരിമാർക്കൊക്കെ അറിയാം, നമ്മളൊരു സാരി എടുത്തു കഴിഞ്ഞാൽ കൃത്യം, മമ്മിയൊക്കെ ഞാനൊക്കെ ബ്ലൗസ് മേടിച്ചു കൊടുത്തു കഴിഞ്ഞാൽ മമ്മി പറയും, അയ്യോ ഇതിൻ്റെ ഷെയ്ഡിനൊരു ഇച്ചിരി വ്യത്യാസം ഉണ്ടെന്ന് പറയും, ഇത് ചേരുകയല്ലെന്ന് അല്ലേ? സ്തോത്രം. ചേർച്ചയല്ലാത്തത്. അപ്പൊ ദൈവ കുഞ്ഞുങ്ങൾക്ക് ചേരുന്നതും ചേരാത്തതും ഉണ്ടെന്നല്ലേ പ്രിയ ദൈവ കുഞ്ഞുങ്ങളെ അതിൻ്റെ അർത്ഥം? സ്തോത്രം.
സ്തോത്രം. എനിക്കും നിനക്കും എൻ്റെ കൂടെ വെക്കാൻ കൊള്ളാകുന്നതും എൻ്റെ കൂടെ വെക്കാൻ കൊള്ളാത്തതും ഉണ്ടെന്നല്ലേ ഈ വചനത്തിൻ്റെ അർത്ഥം. അല്ലാതെ കണ്ടതിനെയും കേട്ടതിനെല്ലാം കൂടെ കൊണ്ട് നടക്കാം എന്നാണോ ഇതിൻ്റെ അർത്ഥം? സ്തോത്രം, സ്തോത്രം. നമുക്ക് കൂടെ കൊണ്ട് നടക്കാകുന്നതും നമ്മുടെ കൂടെ കൊണ്ട് നടക്കാൻ പാടില്ലാത്തതും നിശ്ചയമായും വചനത്തിൻ്റെ വ്യവസ്ഥയിലുണ്ട്. ചേർച്ചയല്ലെന്നാ പറയുന്നത്. ഹല്ലേലൂയ, സ്തോത്രം, സ്തോത്രം, സ്തോത്രം. ചേരാത്തതൊന്നും കൂടെ ചേർക്കല്ലേ. സ്തോത്രം. ചേരാത്തതൊന്നും ജീവിതത്തിൽ വെച്ചോണ്ടിരിക്കരുതേ. എന്നിട്ട് പറയാ, പൊട്ടച്ചൊല്ല്, കളിവാക്ക്, ഇങ്ങനെ ചേർച്ചയല്ലാത്ത ഒന്നും അരുത്, പകരം സ്തോത്രമത്രേ വേണ്ടത്. മടിക്കരുത് കേട്ടോ സ്തോത്രം പറയാൻ. ദൈവത്തെ സ്തുതിക്കാൻ മടിക്കരുത് കേട്ടോ. ഒരു ദൈവവൈതലിൻ്റെ ഷൈനി സിസ്റ്റർ പറഞ്ഞതുപോലെ, സ്തോത്രം, ഒരു ദൈവവൈതലിനെ തിരിച്ചറിയുന്നതിൻ്റെ ചില ലക്ഷണങ്ങളൊക്കെ അവൻ സ്തോത്രം പറയുന്നവനും സ്തോത്രം പറയുന്നവളുമാണെന്നാ. ഇനി അതിനകത്തൊന്നും നാണിക്കണ്ട. നമ്മുടെ പെന്തക്കോസ്ത് പിതാക്കന്മാരെ വിളിച്ചിരുന്ന എന്നാണെന്നറിയാവോ? ഹല്ലേലൂയ കൂട്ടക്കാരെന്നാ. സ്തോത്രം. ഞാനും നിങ്ങളൊക്കെ ഇവിടെ ഇരിക്കുന്നെങ്കിൽ അങ്ങനെ നിന്ന് സഹിച്ച് പാളയത്തിന്റെ പുറത്തു പോയി കഷ്ടപ്പെട്ട ചില പിതാക്കന്മാരുടെ കണ്ണുനീരും അവരുടെ ആത്മനിറവും അവരുടെ ആത്മദാഹവും പ്രാർത്ഥനയുടെ വിലയുമാ ഇന്ന് ഞാനിവിടെ നിൽക്കുന്നതെന്ന് എനിക്ക് ബോധ്യമുണ്ട്. ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. ഹല്ലേലൂയ, സ്തോത്രം. ചേർച്ചയുള്ളത് സ്തോത്രമാണെങ്കിൽ നമ്മുടെ കൂടെ സ്തോത്രം ഇരിക്കട്ടെ. സ്തോത്രത്തെ കളഞ്ഞിട്ട് കണ്ടതെല്ലാം ചേർത്ത് വെച്ചിരിക്കുന്ന നമ്മുടെ അനുഭവങ്ങൾക്ക് ഒരു മാറ്റമുണ്ടാകണം ഈ നാളുകളിൽ, യേശുവിൻ്റെ നാമത്തിൽ. സ്തോത്രം. നമുക്കിപ്പോൾ ചേർച്ചയുള്ളത് കൂടെയില്ല, ചേർച്ചയില്ലാത്ത എല്ലാം നമ്മുടെ കൂടെ ഉണ്ടെന്നുള്ളൊരു അനുഭവമാണ്. ഒരു ദൈവവേദലിനെ മാച്ച് ചെയ്യാൻ പറ്റാത്തതെല്ലാം കൂടെ ഉണ്ട്, ചേർച്ചയുള്ളത് പുറത്തും. സ്തോത്രം. ഈ അവസ്ഥയ്ക്ക് മാറ്റം വേണ്ടേ? ദൈവത്തിന് മഹത്വം, ദൈവത്തിന് മഹത്വം. അടുത്ത് പറയുക, വിഗ്രഹാരാധിയായ ദിവ്യാഗ്രഹി. ഇവർക്ക് സഭയ്ക്കകത്തല്ല പ്രവേശനം ഇല്ലാത്ത, ക്രിസ്തുവിൻ്റെയും പറഞ്ഞേ ദൈവത്തിൻ്റെയും രാജ്യത്തിൽ ഒരവകാശവും ഇല്ലെന്നാ. സ്തോത്രം, സ്തോത്രം. വായിക്കാം കൊരിന്ത്യർ 13 12 വാക്യം. റോമർ 13 12 13 14 വാക്യങ്ങൾ കണ്ടോ? രാത്രി കഴിവാറായി, ഇതാ പകൽ അടുത്തിരിക്കുന്നു. അടുത്തത് സ്തോത്രം. കർത്താവ് വിളിച്ചു പറഞ്ഞപ്പോൾ പറയുന്നു, ഒരുവൻ എന്നെ അനുഗമിക്കുന്നുവെങ്കിൽ, സ്തോത്രം, ഒരുവൻ എന്നെ അനുഗമിക്കുമ്പോൾ അവൻ ഇനി ഇരുളിലല്ല നടക്കുന്നത്, അവൻ വെളിച്ചത്തിലാണ് നടക്കുന്നത്. ഇവിടെ ദൈവത്തിന്റെ വചനം ഓർമ്മിപ്പിക്കുകയാണ്. സ്തോത്രം. അതുകൊണ്ട് നാം ഇരുട്ടിന്റെ പ്രവർത്തികളെ വെച്ച് കളഞ്ഞ് വെളിച്ചത്തിന്റെ ആയുധവർഗം ധരിച്ചു കൊള്ളണം. പകൽ സമയത്തെന്ന പോലെ നാം മര്യാദയായി നടക്കണം. വെറിക്കൂത്ത്, മദ്യപാനം, ശയനമോഹം, ദുഷ്കാമം, പിണക്കം, അസൂയ എന്നിവയിലല്ല. സ്തോത്രം. കർത്താവിനെ ധരിച്ചുകൊണ്ട് നാം നടക്കണമെന്ന്. സ്തോത്രം. എന്നിട്ട് പറയുക, മോഹങ്ങൾ ജനിക്കുമാറ് ജഡത്തിനായിട്ട് ചിന്തിക്കരുതെന്ന്. ചിലർക്ക് എപ്പോഴും ചിന്തിക്കാൻ സ്വന്തം ജഡത്തെക്കുറിച്ച് മാത്രമേ ഉള്ളൂ. സ്തോത്രം. എപ്പോൾ നോക്കിയാലും ചിന്ത ഇതിനെക്കുറിച്ചാണ്. 5 മിനിറ്റ് കിട്ടിയാൽ ആരും തെറ്റിദ്ധരിക്കല്ലേ. സ്തോത്രം. ചിരിച്ചോണ്ട് പറയാം, അപ്പോൾ കുഴപ്പമില്ലല്ലോ. 5 മിനിറ്റ് കിട്ടിയാൽ എങ്ങനെ ഒരു എന്താ പറയുന്നേ, അത് രസകരമാക്കാം. എന്തു ആയിക്കൊള്ളട്ടെ, പല രസങ്ങളുണ്ട്. ചിലർക്ക് ഔട്ടിങ് പോകുന്ന രസം, ചിലർക്ക് കിടന്നുറങ്ങുന്ന രസം, ചിലർക്ക് ഷോപ്പിംഗ് പോകുന്നത് രസം. അതൊന്നും ഞാൻ കിടക്കുന്നില്ല, പക്ഷെ ഉദാഹരണങ്ങൾ അങ്ങ് പറഞ്ഞു തരികയാണ്. ജഡത്തെ പോഷിപ്പിക്കുന്നത്, എന്നാൽ 1 മിനിറ്റ് ഇരുന്നൊന്ന് പ്രാർത്ഥിക്കാമെന്ന് ചിന്തിക്കുന്ന അനുഭവം. എനിക്കൊരു മിനിറ്റ് കിട്ടിയതല്ലേ, എനിക്കൊരു ദിവസം ഇന്ന് അവധി കിട്ടിയതല്ലേ, കർത്താവിൻ്റെ സന്നിധിയിൽ ഒന്ന് മുട്ടുമടക്കാം, ഒരു ദൈവാലോചന ചോദിക്കാമെന്നുള്ള ചിന്ത എവിടെ പോയി? സ്തോത്രം, സ്തോത്രം. ഹല്ലേലൂയ. പ്രിയ ദൈവകുഞ്ഞുങ്ങളെ, ഇതൊക്കെയല്ലേ ഇന്ന് കാലത്ത് സഭയ്ക്ക് ആവശ്യം.
നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ? നിങ്ങളുടെ ഹൃദയത്തിൻ്റെ അകത്തളങ്ങളിൽ ഇത് നിങ്ങൾക്ക് അനുഭവിക്കുവാനും ഫീൽ ചെയ്യാനും കഴിയുന്നുണ്ടോ? നിങ്ങളുടെ ഭവനത്തിനകത്ത് ഇതല്ലേ നിങ്ങൾക്ക് ആവശ്യം? സ്തോത്രം. ജഡത്തിൻ്റെ സന്തോഷങ്ങൾ ഏറെയുണ്ട്, ജഡത്തെ ഇഷ്ടപ്പെടുത്തുന്ന ഒത്തിരി കാര്യങ്ങളുണ്ട്. പക്ഷേ ഇന്ന് പകൽക്കാലം എൻ്റെ ഭവനത്തിനകത്ത്, നിങ്ങളുടെ ഭവനത്തിനകത്ത് സ്തോത്രം, ആത്മനിറവിൻ്റെ ചില അനുഭവങ്ങളുടെ ലാക്കിംഗ് നിങ്ങൾക്ക് ഫീൽ ചെയ്യാൻ കഴിയുന്നുണ്ടോ? അതിൻ്റെ ശൂന്യത ഫീൽ ചെയ്യാൻ കഴിയുന്നുണ്ടോ? സ്തോത്രം, സ്തോത്രം. പ്രാർത്ഥിച്ചു തുടങ്ങണം. കർത്താവേ, എൻ്റെ ഭവനം, കർത്താവ് പറയുമ്പം സ്തോത്രം, അത് യെരൂശലേം ദേവാലയത്തെ കുറിച്ചാണെന്ന് നിങ്ങൾ പറയും. പക്ഷേ ഓരോ ഭവനങ്ങളെ കുറിച്ച് ഞാൻ പറയുകയാണ്. എൻ്റെ ഭവനം എന്ന് പറഞ്ഞാൽ അത് പ്രാർത്ഥനാലയമായിരിക്കണം. ഹല്ലേലൂയ. അവിടെ ചില നേരങ്ങൾ കിട്ടിയാൽ ഒരുമിച്ച് മുഴങ്കാലിൽ നിൽക്കുന്ന അനുഭവങ്ങൾ ഉണ്ടാകണം. ഒരുമിച്ച് ദൈവത്തോട് ആലോചന ചോദിക്കുന്ന അനുഭവങ്ങൾ ഉണ്ടാകണം. ഇരുട്ടിൻ്റെ പ്രവർത്തികൾക്ക് വേണ്ടി അധികം സമയവും പണവും സ്തോത്രം ചിന്തകളെയും ചിലവഴിക്കുന്ന അനുഭവങ്ങൾക്കൊരു വ്യത്യാസമുണ്ടായാൽ ഭവനങ്ങൾ വിടുവിക്കപ്പെടുമെന്ന്. സ്തോത്രം, സ്തോത്രം, ഹല്ലേലൂയ, സ്തോത്രം. ദൈവകരങ്ങളിൽ സമർപ്പിക്കാം. 5:11 വായിച്ചട്ടെ. എഫേസ്യർ 8 വരെ നമ്മൾ വായിച്ചല്ലോ. 9 കൂടെ ഒന്ന് വായിച്ചേ. കണ്ടോ, ഇരുട്ടിൻ്റെ പ്രവൃത്തി വിട്ടിട്ട് ഞാനും നിങ്ങളും ചെയ്യേണ്ടുന്ന എന്താണെന്നറിയാമോ? ഇരുട്ടിൻ്റെ വഴി വിട്ടിട്ട് ഞാനും നിങ്ങളും ചെയ്യേണ്ടതെന്ന് എന്തുവാ? കർത്താവിന് പ്രസാദമായത് എന്താണെന്ന് ചിന്തിക്കണമെന്ന്. സ്തോത്രം, ഹല്ലേലൂയ. ഇന്ന് പകൽക്കാലം ഈ വചനത്തിന് മുമ്പിൽ നമ്മളെ ഒന്ന് ഏൽപ്പിച്ചു കൊടുക്കാവോ? കർത്താവേ, ഞാൻ അങ്ങയ്ക്ക് പ്രസാദം എന്താണെന്നുള്ളത് ചിന്തിക്കും. സ്തോത്രം. അപ്പുറത്ത് പറയുകയാണ്, നമ്മൾ വായിച്ചിടത്ത് പറയുകയാണ്, പാപം ജനിക്കത്തക്ക അളവിൽ ജഡത്തിന് സ്തോത്രം ഉല്ലാസമുണ്ടായി പാപമുണ്ടാകത്തക്ക അളവിൽ ജഡത്തിന് വേണ്ടി ചിന്തിക്കുന്നത് നിർത്തണമെന്ന്. സ്തോത്രം. ഇവിടെ പറയുകയാണ് കർത്താവിന് പ്രസാദകരമായത് എന്തെന്ന് ചിന്തിക്കാൻ തുടങ്ങണമെന്ന്. ഇന്ന് പകൽക്കാലം എത്ര പേർ തീരുമാനിക്കും, കർത്താവേ സ്തോത്രം, ഞാൻ ജഡത്തിന് വേണ്ടി ചിന്തിക്കുന്ന ഒന്ന് നിർത്താൻ തുടങ്ങുകയാണ്, ദൈവത്തിന്റെ പ്രസാദകരമായതിനു വേണ്ടി ഒന്ന് ചിന്തിക്കുവാൻ ഞാൻ തുടങ്ങുകയാണ്. ഹല്ലേലൂയ. ജഡത്തിന്റെ പ്രവർത്തികൾക്ക് വേണ്ടി ചിന്തിക്കുന്നത് ഞാൻ നിർത്തുകയാണ് യേശുവിന്റെ നാമത്തിൽ. ആമേൻ. എന്നിട്ട് പറയുക, കർത്താവിന് പ്രസാദമായത് എന്തെന്ന് പരിശോധിച്ചുകൊണ്ട് അങ്ങനെയുള്ളവരാ വെളിച്ചത്തിലുള്ളവരായിട്ട് നടക്കുന്ന. എന്നിട്ട് പറയുക, സകല സൽഗുണവും നീതിയും സത്യവുമല്ലോ വെളിച്ചത്തിന്റെ ഫലം. സ്തോത്രം. സകല സൽഗുണം. ശ്രദ്ധിക്കണേ, സകല സൽഗുണം, നീതി, സത്യം, ഇതിനകത്ത് എല്ലാം അടങ്ങിയിട്ടില്ലേ? സ്തോത്രം. നമ്മൾ പലയിടത്തും അസത്യം പ്രയോഗിക്കേണ്ടി വരുന്നത് എന്തുകൊണ്ടാ? നമ്മുടെ ഇരുട്ടിൻ്റെ പ്രവൃത്തികൾ മറ്റുള്ളവർ അറിയാതിരിക്കാൻ. നമ്മൾ ഇരുളിൽ ചെയ്തത് വേറൊരാള് അറിയരുതെന്നുള്ളതുകൊണ്ടല്ലേ അസത്യം പറയേണ്ടി വരുന്ന, കള്ളം പറയേണ്ടി വരുന്നേ. സത്യം ഉണ്ടെങ്കിൽ ഇതെല്ലാം തെളിവായിട്ടിരിക്കത്തില്ലേ? സ്തോത്രം. രാവിലെ ഞങ്ങൾ ഇംഗ്ലീഷ് സർവീസിൽ പറഞ്ഞു, ഞായറാഴ്ച വരുമ്പം സാധാരണ ഇടുന്ന പോലെ ഡ്രസ് ചെയ്യത്തില്ല. സ്തോത്രം. ഞായറാഴ്ച വരുമ്പം നമ്മുടെ വീക്ക് ഡേയ്സിലുള്ള ക്യാരക്ടർ അല്ല. ഇങ്ങോട്ട് വരുമ്പം പാസ്റ്ററെ പേടിച്ചിട്ടാണേലും, പാസ്റ്റർ ആൻറ്റിയെ പേടിച്ചിട്ടാണേലും, ദൈവത്തെ പേടിച്ചിട്ടാണേലും, ആരെ പേടിച്ചിട്ടാണേലും ഒരു രീതി. പുറത്തു പോകുമ്പം സ്തോത്രം. അതല്ല സത്യം, അതല്ല ട്രാൻസ്പെറൻസി എന്ന് പറയുന്നത്. സ്തോത്രം. നമ്മൾ സുതാര്യമായ ക്രിസ്തീയ ജീവിതത്തിന്, എനിക്ക് സജു മാത്യു സാറ് പറയുന്ന ഒരു പ്രയോഗം വളരെ ഇഷ്ടമാണ്. സ്തോത്രം. ഒരു വിശ്വാസിയുടെ ജീവിതം എന്ന് പറയുന്നത് ഒരു വെള്ളത്തിൽ പൊങ്ങിക്കിടക്കുന്ന ഐസ് കട്ടയ്ക്ക് തുല്യമാണെന്നാണ് പറയുന്നത്. സ്തോത്രം. ഐസ് കട്ടയുടെ മേൽഭാഗത്ത്, അതായത് വെള്ളത്തിന് പുറത്ത് കാണുന്നത് എന്തുവാ? ഐസ് കട്ടയാ. വെള്ളത്തിൻ്റെ അകത്തോ? സ്തോത്രം. അതിനി മറ്റൊരു കാര്യം കൂടെ പറയാം. സ്തോത്രം. വെള്ളത്തിൻ്റെ പുറത്ത് ഇത്രയും മാത്രമാ കാണുന്നുണ്ടെങ്കിൽ അത്രയും ഫ്ലോട്ട് ചെയ്യത്തക്കവണ്ണം ആ ഫിസിക്സ് അനുസരിച്ച് മിനിമം ഇത്രയെങ്കിലും അടിയിലുണ്ടെന്നുള്ളതാ. പുറത്ത് കാണുന്നത് അല്പവും അടിയിൽ കാണുന്നത് അധികവും, രണ്ടും ഒന്ന്. അടി ചെന്ന് കഴിഞ്ഞു കഴിഞ്ഞാൽ ഐസ് കട്ടയ്ക്ക് പകരം സ്വർണ്ണക്കട്ടയൊന്നും കിട്ടത്തില്ല. മേളിലും ഐസ് കട്ടയാ, അകത്തും ഐസ് കട്ടയാ. രഹസ്യ ജീവിതത്തിലാ സ്തോത്രം കുറച്ചും കൂടെ നല്ലതുപോലെ റൂട്ടഡ് ആകേണ്ടത്.
സ്തോത്രം. രഹസ്യ ജീവിതത്തിനാണ് കുറച്ചും കൂടെ തൂക്കം കൂടേണ്ടത്. സ്തോത്രം. പലപ്പോഴും നമ്മുടെ രഹസ്യ ജീവിതം മോശവും പരസ്യമായി നമ്മൾ കാണിച്ചു കൂട്ടുന്ന കാട്ടിക്കൂട്ടലുകൾ മനോഹരമായി അല്പവുമായി കാണിച്ചു കൂട്ടുന്നു. സ്തോത്രം. പ്രിയമുള്ളവർ, ഇത് രണ്ടും മാച്ച് ചെയ്യണം. നേരത്തെ പറഞ്ഞതുപോലെ, ചർച്ച എന്ന് പറഞ്ഞതുപോലെ, ഇത് രണ്ടും ഒന്നായിരിക്കണം. ഞാൻ പുറത്തു പോകുന്നതും സഭയ്ക്കകത്ത് വരുന്നതും, സ്തോത്രം, ഒരുപോലെ ആയിരിക്കണം. എൻ്റെ പുറത്തെ സംഭാഷണവും എൻ്റെ സഭയ്ക്കകത്തെ സംഭാഷണവും ഒരുപോലെ ആയിരിക്കണം. എൻ്റെ ഭവനത്തിനകത്തെ ഇടപെടലുകളും ഇവിടുത്തെ ഇടപെടലുകളും ഒരുപോലെ ആയിരിക്കണം. എൻ്റെ ജോലി സ്ഥലങ്ങളിൽ എന്നെ കാണുന്നവർ യേശുവിനെ കാണണം. സ്തോത്രം. ഇവിടെ വരുമ്പോഴും മറ്റുള്ളവർക്ക് ആ പ്രകാശമായി തീരുവാൻ എനിക്ക് കഴിയണം. അതുകൊണ്ടാണ് കർത്താവ് പറയുന്നത്, സ്തോത്രം, അവനെ അനുഗമിക്കുന്നവൻ വീക്ക് ഡേയ്സ് മൊത്തം ഇരുട്ടിൽ നടക്കുകയും ഞായറാഴ്ച വെളിച്ചമായിരിക്കുകയും ചെയ്യുമെന്നല്ല പറയുന്നത്. ജീവിതത്തിൻ്റെ എല്ലാ നാളുകളിലും എല്ലാ നിമിഷങ്ങളിലും അവൻ വെളിച്ചമായിരിക്കും. അവന്റെ ഉള്ളിൽ ഇരുളില്ല. സ്തോത്രം. അവന്റെ ഇരുളിനെ, അവന്റെ അന്ധകാരത്തെ പ്രകാശമാക്കി മാറ്റിയ ഒരു ദൈവസ്നേഹമുണ്ട്. അത് നമ്മെ പ്രകാശപൂരിതമാക്കി തീർക്കുവാനായിട്ട് ഇടയായി തീരണം. ദൈവസന്നിധിയിൽ എഴുന്നേറ്റ് നിൽക്കാം. സ്തോത്രം. സമർപ്പിക്കാം. സ്തോത്രം. ഹല്ലേലൂയ. നമ്മുടെ രഹസ്യവും നമ്മുടെ പരസ്യവുമായ ജീവിതം എങ്ങനെയുള്ളതാണ്? സ്തോത്രം. യേശു പിന്നെയും അവരോട് സംസാരിച്ചു. ഞാൻ ലോകത്തിൻ്റെ വെളിച്ചമാകുന്നു. എന്നെ അനുഗമിക്കുന്നവൻ ഇരുളിൽ നടക്കാതെ ജീവൻ്റെ വെളിച്ചം ഉള്ളവൻ ആകും. വെളിച്ചത്തിൻ്റെ മക്കളായി ഇരുളിൻ്റെ നിഷ്ഫല പ്രവർത്തികളെ ദൂരെ എറിഞ്ഞു കളഞ്ഞിട്ട്, സ്തോത്രം, കർത്താവിന് വേണ്ടി വെളിച്ചമായി പ്രകാശിക്കാം. അനേകർക്ക് വെളിച്ചം പരത്തുവാൻ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നമ്മെ സഹായിക്കുമാറാകട്ടെ. നമുക്ക് പ്രാർത്ഥിക്കാം.